ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. നാരായണ 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 നാരായണ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം. ഹരി ഓം സദ്ഗുരുവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഹരി ഓം. ഹരേ കൃഷ്ണ. അഹല്യാമോക്ഷം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. നാരായണ 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 നാരായണ. അഹല്യാമോക്ഷം എന്നത് കേട്ടു വിശ്വാമിത്രന് മുര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചീടും തപസാവാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ട് ഭാര്യ ഭർത്താക്കന്മാരാമവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു. ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായൊരഹല്യ രൂപം കണ്ട് ദുശ്ചേതനനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ച് ശതമുഖൻ ചെന്താർബണാർത്തി കൊണ്ട് സന്താപം മുഴുകയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ച് അനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുധേന്ദ്രനും അതേനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തെന്നോർത്ത് ലോകേശാത്മജസുതാനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരമന്തരാകുക്കാൻ ഉടജാന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ച് സംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തന്നുദയമൊട്ട് അടുത്തിരുന്ന് കണ്ടു ബദ്ധ സന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു. വൃത്രാരിക്ക് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായി എത്രയും വേപതു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാവുന്നതെന്തിതു ദുഷ്ടാത്മാവേ
ചൊല്ലെന്നോട് നീയല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോട് ചൊല്ലിടറിഞ്ഞേ നല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമം പുക്കപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്ത താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരെ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിനെന്ന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ള ഒരു ദുർധര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതവ വായുവർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും മനുഷ്യനും ശ്രീരാമപാദാംഭോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻദുരിതങ്ങൾ എല്ലാമെന്ന് അറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയാൽ എന്നെയും ശുശ്രൂഷിക്കാം. എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം ബുക്കാൻ അന്ന് തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്യയും നിന്തിരുമലരടി ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമപത്നിയുടെ കൽമഷം അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം എന്ന് തന്നെ നിർമ്മലയായി വന്നീടും അഹല്യാദേവി എന്നാൽ ഗാധീനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സുടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചത് രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞ് ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീകുമാർ സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും
ശ്രീവത്സവർഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യ അമരൗഖ വന്ദിതപാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞൊരു കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായത് അഹല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗൗതമ തമോധനൻ തന്നോടു മുന്നം ഉര ചെയ്തവർ ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിത് ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ യുദ്ധം ആത്മനി ചിന്തിച്ച് ഉത്ഥാനം ചെയ്ത് ഭക്തിയാ സത്വരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്ന് ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്താകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാനന്ദയെ അബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. ജ്ഞാനഹോ കൃതാർത്ഥായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ല പങ്കചരിദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാംസുലേശം എനിക്കല്ലോ സിദ്ധിച്ചു. പകൽപാദ പ്രസാദാതിരേകത്താൽ ആദീനത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിനായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദ സ്പർശം. ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പത് വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം. ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തിയൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജം ആരായുന്നത് വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്ന് അന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം
കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ. ആദ്യനദ്വയൻ ഏകനവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം കണ്ട് ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയപത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മൂന്നിൽ അകം ആക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്ര കുരിശ മത്സ്യാങ്കിത മന്മനോ നികേതനം കൽമഷ വിനാശനം നിർമ്മലാത്മനം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചോകോ ഭയഭേദേന ജഗന്മയൻ വാച്ചിനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃഫല സാധന ഭേദമായ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ. ത്വന്മായ വിമോഹിത ചേതസാം അജ്ഞാനിനാം ത്വന്മഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യന്ന് കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സത്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിർഭോമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു
സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂടാത്മാവായ അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം? എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാപി വസിച്ചിടും എല്ലാ നാളും പുൽത്തളേരടികളിൽ ഇളക്കം വരാതെ ഒരു ഭക്തി ഉണ്ടാക വേണമെന്ന് ഒഴിഞ്ഞു പരം ഞാൻ അർത്ഥിച്ചിടുന്നേനല്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതീ കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യപ്രഭം രാമം. കരസാരസയുഗ സുധൃത ശരജാപം കരുണാകരം കാള ജലദാഭാസം രാമം. കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലം രത്നകുണ്ടലാഞ്ചിത ഗണ്ഠം കമലദലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരാമമീഠേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയ അഹല്യതാനും പിന്നെ ലോകേശ്വരാജ്ഞയാലെ പോയത് പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാൾ. അഹല്യയും ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാൾ. അഹല്യയും സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. അത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കും നൂനം. ഭക്ത്യാനാഥനെ ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവും ഏറ്റമുണ്ടാ. ഗുരു തൽപകൻ കനകസ്ഥേ സുരാപായി ധരണീസുരഹന്ത പിതൃമാതൃഹാ ഭോഗി. പുരുഷാർത്ഥമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രൻ ധ്യാനിച്ച് ഭക്തിയാ ജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായി ഈടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചീടും സന്ദേഹമില്ലേതും. ഭക്ത്യാനാഥനെ ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും. ഭക്ത്യാനാഥനെ ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവും ഏറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥൈസുരാപായി
ധരണീ സുരഹത പിതൃമാതൃഹാ ഭോഗീ പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണൻ ചേതസി രാമചന്ദ്രം ധ്യാനിച്ച് ഭക്തിയാ ജപിച്ച് ആദരാൽ വണമെങ്കിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്ന ഈടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. നാരായണ 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 നാരായണ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം.